ഹലോ നമസ്കാരം ഏവർക്കും ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന നല്ല കിടിലൻ ഒരു ലെഗ് വർക്കൗട്ടിന്റെ വീഡിയോ ആണ്. അപ്പോൾ പല ആൾക്കാർക്കും ഒരു സംശയമുണ്ട്, നമുക്ക് ഈ ജിമ്മിലൊക്കെ പോയാൽ എക്സസൈസ് ഒക്കെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഉള്ള ഒരു സംശയമുണ്ട്. അതല്ല, നിങ്ങളൊരു തുടക്കക്കാരനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ എക്സസൈസ് ചെയ്യാൻ പറ്റും. പക്ഷെ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു അല്പം മനസ്സ് കാണിക്കണമെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്ന് കാണിച്ചു തരുന്ന ഈ വ്യായാമങ്ങൾ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള എക്സസൈസുകളാണ്. അപ്പം ഞാൻ ഒരുപാട് ചെറിയ ചെറിയ വ്യായാമങ്ങൾ ഞാൻ നിങ്ങൾക്കായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഒരു കസേരയിലൊക്കെ ഇരുന്നൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള. പക്ഷേ ഇന്ന് ഞാൻ കാണിച്ചു തരുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പർ ആയിട്ടുള്ള ലെഗ് വർക്കൗട്ടുകളാണ്. അപ്പം നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ തുടക്കക്കാർക്കും ഇത് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കറക്റ്റാക്കി മനസ്സിലാക്കിക്കൊണ്ട് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ഒരു എക്സസൈസുകൾ ചെയ്ത് കാണിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കും. ഓക്കെ, അപ്പം നമ്മൾ ഏതൊരു വർക്കൗട്ട് തുടങ്ങുന്നതിന് മുമ്പായിട്ടും നമ്മളൊന്ന് വാമപ്പ് ചെയ്യേണ്ടത് ആവശ്യമാണ്. അപ്പം നിങ്ങൾ ലെഗ് വർക്കൗട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ടും നിങ്ങൾ വാമപ്പ് ചെയ്യണം. അപ്പോൾ വാമപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾ സ്ട്രൈറ്റ് ആയിട്ട് നിന്നതിന് ശേഷം കണ്ടില്ല, നിങ്ങളുടെ കാലുകൾ നിങ്ങൾക്ക് പതുക്കെ ഇങ്ങനെ സൈഡിലോട്ട് ചെറുതായിട്ടൊന്ന് മൂവ് ചെയ്യിപ്പിക്കാം. ഒരു കിക്ക്, ഓക്കെ, ഇത് കണക്കൊന്ന് കിക്ക് ചെയ്യിപ്പിക്കാം. ഒരു 10 എണ്ണം ഒരു സൈഡിലോട്ട് ചെയ്യുക. അതിനുശേഷം ഇതാണ്ട് അടുത്ത സൈഡിലോട്ട് ഒരു 10 എണ്ണം ചെയ്യുക. കണ്ടില്ലേ? അതിനുശേഷം നിങ്ങൾക്ക് ഇത് കണക്ക് ഇതേപോലെ ചെയ്യാം. അപ്പോൾ വാമപ്പ് വളരെ അത്യാവശ്യമാണ്, ഇത് ചെയ്തേ പറ്റത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഞ്ചുറി ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള വർക്കൗട്ടുകൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, ആദ്യത്തെ വ്യായാമം എന്ന് പറയുന്നത് സ്ക്വാട്ടാണ്. ഓക്കെ, നമ്മുടെ നോർമൽ സ്ക്വാട്ടാണ്. അപ്പോൾ നോർമൽ സ്ക്വാട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുക. നിങ്ങളുടെ കാലുകൾ ഈ ഷോൾഡർ വിത്ത്, ഓക്കെ, നമ്മുടെ ഈ ഷോൾഡറിൻ്റെ ലെവലായിരിക്കണം കാലുകൾ. ചെസ്റ്റ് അപ്പ് ചെയ്യുക, സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുക. അതിനുശേഷം കൈ നിങ്ങൾക്ക് ഇങ്ങനെ പിടിക്കാം, കുഴപ്പമൊന്നുമില്ല, ഇതേ കണക്ക് പിടിക്കാം. അതിനുശേഷം ഇതേപോലെ കണ്ടില്ലേ, നിങ്ങളുടെ ഗ്ലൂട്ട് ഭാഗം ഒരല്പം പുറകോട്ട് വരുന്ന രീതിയിൽ നിങ്ങൾക്ക് ഇതേ കണക്ക് ഈ ഒരു എക്സസൈസ് ചെയ്യാം. ഇത് വളരെ നല്ല ഒരു എക്സസൈസ് ആണ്, പ്രത്യേകിച്ചും നിങ്ങളുടെ ഈ തുടയിലെ മസിൽസിനും അതേ കണക്ക് തന്നെ നിങ്ങളുടെ ഹാംസ്ട്രിങ് മസിൽസിനും. ഓക്കെ, അപ്പം ഇതേ കണക്ക് നിൽക്കുക, സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുക. ഇതേപോലെ 1 2 3 4. അപ്പം ഇത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ തുടക്കക്കാരനാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 10 റെപ്പിറ്റേഷൻ വെച്ചിട്ട് നിങ്ങളൊരു 3 സെറ്റ് ചെയ്യുക. ഓക്കെ, തുടക്കക്കാരനാണെന്നുണ്ടെങ്കിൽ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 15 എണ്ണം വെച്ചിട്ട് 3 4 സെറ്റ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പം രണ്ടാമത്തെ എക്സസൈസ് എന്ന് പറയുന്നത് ഗോബ്ലറ്റ് സ്ക്വാട്ട് അല്ലെങ്കിൽ സുമോ സ്ക്വാട്ട് എന്നൊക്കെ പറയുന്ന എക്സസൈസ് ആണ്. വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു വ്യായാമമാണ് നിങ്ങളുടെ ഹാംസ്ട്രിങ് മസിൽസിന്, ഗ്ലൂട്ട്സിന്, തൈ മസിലിനൊക്കെ. ഓക്കെ, അപ്പോൾ അത് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം ഷോൾഡർ വിത്തിലാണ് കാലുകൾ വെച്ചെങ്കിൽ നിങ്ങൾ അല്പം കൂടെ ഒന്ന് വൈഡ് ചെയ്ത് വെക്കുക. ഈ ഒരു പൊസിഷനിലായിരിക്കണം കാലുകൾ. ഓക്കെ, ഇത് കണക്ക് നിൽക്കുക. കൈ നിങ്ങൾക്ക് ഇങ്ങനെ പിടിക്കാം. ആദ്യം ചെയ്ത കണക്ക് തന്നെ. അതിനുശേഷം നിങ്ങൾക്ക് കണ്ടില്ലേ, നിങ്ങളുടെ ലോവർ ബാക്കൊക്കെ നല്ല സ്ട്രെയിറ്റ് ആക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഇതേ കണക്ക് ഫുള്ളായിട്ട് താഴോട്ടിരിക്കണം. ഓക്കെ, ഇതേപോലെ. അത് കണക്ക് തന്നെ വളരെ സാവധാനത്തിൽ വേണം ചെയ്യാനായിട്ട്, ഫാസ്റ്റായിട്ട് ചെയ്യരുത്. ഓക്കെ, ഇതേപോലെ. മനസ്സിലായല്ലോ? ഒന്നുകൂടെ കാണിച്ചു തരാം. കാലുകൾ ഈ ഒരു ലെവലിലോട്ട് വെക്കുക, ലോവർ ബാക്ക് സ്ട്രെയിറ്റ് ആക്കുക, ചെസ്റ്റ് അപ്പ് ചെയ്യുക. ഇതേപോലെ 1 2 3. അപ്പോൾ ആദ്യം പറഞ്ഞ കണക്ക് തന്നെ നമ്മുടെ റെപ്പിറ്റേഷനൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ 10, അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ 15 എണ്ണം. ഓക്കെ, അപ്പോൾ ഇതിന് ബ്രീത്തിങ് എന്ന് പറയുന്നത് നമ്മൾ താഴോട്ട് ഇതേപോലെ ഏതൊരു സ്ക്വാട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ബ്രീത്ത് ഇൻ ചെയ്യുക, നമ്മൾ മുകളിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ ബ്രീത്ത് ഔട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് സെക്കൻഡ് എക്സസൈസ്. മൂന്നാമത്തെ എക്സസൈസ് എന്ന് പറയുന്നത് ലഞ്ചസ് ആണ്. ഓക്കെ, ലഞ്ചസ് ചെയ്യാനായിട്ട് നിങ്ങൾ സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുക. ഇതേപോലെ നിങ്ങൾക്ക് സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കാം. സ്ട്രൈറ്റ് ആയിട്ട് നിന്നതിന് ശേഷം എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ, നിങ്ങളുടെ ഒരു കാല് ഇത്ര മാത്രം മുമ്പിലോട്ട് വെക്കുക. ഓക്കെ, ഈ ഒരു ഡിസ്റ്റൻസിൽ മുമ്പിലോട്ട് വെക്കാം. കൈ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പിടിക്കാം. അതിനുശേഷം ഇതേപോലെ 1 2. എപ്പോഴും ശ്രദ്ധിക്കുക, നിങ്ങളുടെ ലോവർ ബാക്ക് സ്ട്രൈറ്റ് ആയിരിക്കണം. ചെസ്റ്റ് നമ്മൾ അപ്പ് ചെയ്ത് പിടിക്കണം, കൂനി ചെയ്യരുത്. ഓക്കെ, ഇതേ കണക്കാണ് നിങ്ങൾ ലഞ്ചസ് ചെയ്യേണ്ടത്. ഫ്രണ്ട് ലഞ്ചസ് ആണ്. അപ്പോൾ ഇത് ഒരു കാലിന് 10 എണ്ണം വെച്ച് തുടക്കക്കാർ ചെയ്യുക, അല്ലാത്ത ഒരു 15 എണ്ണം ചെയ്യുക. ഓക്കെ, ഈ ഒരു കാലിൽ 10 റെപ്പിറ്റേഷൻ ചെയ്തു. അതിനുശേഷം തിരിഞ്ഞ് നിൽക്കുക. തിരിഞ്ഞ് നിന്നതിന് ശേഷം ചെസ്റ്റ് അപ്പ് ചെയ്യുന്നു. ഇതേപോലെ 1 2 3. അപ്പം ബ്രീത്തിങ് ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ്. താഴോട്ട് ഇരിക്കുന്ന സമയത്ത് ബ്രീത്ത് ഇൻ ചെയ്യുക, അപ്പ് ചെയ്യുന്ന സമയത്ത് ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഓക്കെ, മൂന്നാമത്തെ വ്യായാമം.
ഉള്ള എക്സസൈസ് എന്ന് പറയുന്നത് നിങ്ങൾ ഇതാണ്ട് ഒരല്പം ഇത് കണക്കൊരു സ്റ്റൂളിലോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്റ്റെപ്പിലോ എവിടെ നിന്ന് വെച്ചാൽ കാല് വെക്കുക. അപ്പോൾ ഇതൊരു അല്പം കൂടെ ഉയരത്തിലോട്ട് വെച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പം നിങ്ങൾ തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പൊക്കത്തിൽ നിങ്ങൾ കാല് വെച്ചിട്ട് ചെയ്താൽ മതി. നിങ്ങൾ ലഞ്ചസിന്റെ പൊസിഷനിലോട്ട് കാല് ഇത് കണക്ക് വെക്കുക. ഓക്കെ, ഒരു കാല് ഇത് കണക്ക് ഉയർത്തി വെക്കുന്നു. അതിനുശേഷം 1 2 3. ഓക്കെ, ഇത് കണക്ക് തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ 10 റെപ്പിറ്റേഷൻ ചെയ്യുക. 3 സെറ്റ് ചെയ്യണം. ഓക്കെ, എല്ലാം 3 സെറ്റാണ് ചെയ്യേണ്ടത്. അതിനുശേഷം അടുത്ത കാല് നമ്മളിങ്ങനെ വെക്കുന്നു. 1 2 3. അപ്പോൾ ഇത് നിങ്ങളുടെ ഈ ഹാംസ്ട്രിങ് മസിൽസിനും ഗ്ലൂട്ട്സിനും തൈക്കും ഒക്കെ വളരെ നല്ല ഒരു എക്സസൈസ് ആണ്. അപ്പോൾ ഞാൻ ഒരു പൊസിഷനിലൂടെ കാണിച്ചു തരാം. ഓക്കെ, കാല് ഇതേ കണക്ക് ഉയരത്തിലോട്ട് പൊക്കി വെക്കുന്നു. കണ്ടില്ലേ, ഇതേപോലെ ആയിരിക്കണം നിങ്ങളുടെ കാലിന്റെ പൊസിഷൻ. അതിനുശേഷം കണ്ടില്ലേ, 1 2. ഓക്കെ, അപ്പം ഇതേ കണക്ക് നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, അടുത്ത വ്യായാമം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കാഫ് മസിൽസിന് വേണ്ടിയിട്ട്, അതാണ്ട് ഈ ഒരു ഭാഗത്തെ മസിൽസിനെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റെപ്പിൽ ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, ഇതേ കണക്ക് നിങ്ങളുടെ സ്റ്റെപ്പിൽ കാല് ചവിട്ടി ഇതേ കണക്ക് നിൽക്കുക. ഓക്കെ, ഈ ഒരു പൊസിഷൻ. അതിനുശേഷം മുകളിലോട്ട് 1 2 3 4 5. ഇത് കണക്ക് നിങ്ങൾക്ക് ഈ എക്സസൈസ് ചെയ്യാം. അപ്പം ഈ ഒരു എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 20 റെപ്പിറ്റേഷനുകൾ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അല്ലാതെ നമ്മളിത് 10 അല്ല ചെയ്യേണ്ടത്. തുടക്കക്കാരാണെങ്കിൽ നമ്മൾ 20 റെപ്പിറ്റേഷൻ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം ഇത് കണക്ക് നിൽക്കുക. ഓക്കെ, ഇതേപോലെ നിന്നതിന് ശേഷം 1 2 3 4. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പം ഇതാണ് 4ാമത്തെ എക്സസൈസ്. അപ്പോൾ എല്ലാം വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള വ്യായാമങ്ങളാണ്. നിങ്ങൾ തീർച്ചയായിട്ടും വീട്ടിൽ ഫോളോ ചെയ്യണം. അപ്പോൾ ഫ്രണ്ട്സ്, അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാക്കിംഗ് ലഞ്ചസ് ആണ്. വാക്കിംഗ് ലഞ്ചസ് നിങ്ങൾ ഇതേ കണക്ക് ചെയ്യുക. 1 2 3 4 5. കണ്ടില്ലേ, ഇത് കണക്ക് നമുക്ക് ഒരു 20 എണ്ണമാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പം ഞാൻ ഒരു 5 ചെയ്തുള്ളൂ. കാരണം എനിക്ക് 10 ചെയ്ത് കാണിക്കണമെങ്കിൽ കുറെ കൂടെ മുമ്പോട്ട് ചെയ്ത് കാണിക്കണം. അപ്പോൾ ക്യാമറ ഞാൻ ഇത്രയേ ഉള്ളൂ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളൂ. അപ്പം മനസ്സിലായല്ലോ, ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഇത് കണക്ക് വരിക. അതിനുശേഷം 1 2 3 4. അപ്പോൾ ഇതേ കണക്ക് നിങ്ങൾ ഒരു 3 സെറ്റാണ് ചെയ്യേണ്ടത്. ഓക്കെ, നിങ്ങളുടെ ഗ്ലൂട്ട്സിനും ഹാംസ്ട്രിങ്ങിനും തൈക്കും ഒക്കെ നല്ല എക്സസൈസ് ആണ്. അപ്പോൾ നമ്മുടെ ഫൈനൽ എക്സസൈസ് എന്ന് പറയുന്നത് ഹോട്ട് സ്റ്റാൻസ് എന്ന് പറയുന്ന എക്സസൈസ് നമ്മൾ ഹോൾഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് ചെയ്യാനായിട്ട് നിങ്ങൾ ആദ്യം സുമോ സ്ക്വാട്ട് ചെയ്തപ്പോൾ വന്ന ഒരു പൊസിഷൻ. ഓക്കെ, ഇതേ കണക്ക്. അതിനുശേഷം നിങ്ങൾ കൈ ഇങ്ങനെ പിടിക്കുക. അതിനുശേഷം നിങ്ങൾ ഇതേ കണക്ക് ഹോൾഡ് ചെയ്യണം. കുറഞ്ഞത് നിങ്ങളെ കൊണ്ട് പറ്റുന്നിടത്തോളം സമയം നിങ്ങൾ ഹോൾഡ് ചെയ്യുക. നിങ്ങളുടെ ലോവർ ബാക്ക് ഒക്കെ സ്ട്രെയിറ്റ് ആയിരിക്കണം. ഓക്കെ, ഇതേപോലെ ഹോൾഡ് ചെയ്യുക. പറ്റുന്ന സമയത്തോളം നിങ്ങൾ ഹോൾഡ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പം ഇതേ കണക്ക് നിങ്ങൾക്ക് 3 സെറ്റാണ് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മൾ ആദ്യമൊക്കെ നമുക്ക് ഒട്ടും ചിലപ്പോൾ ചെയ്യാൻ പറ്റില്ല. പക്ഷെ പതിയെ പതിയെ നിങ്ങൾക്ക് ഇതിൻ്റെ ടൈമൊക്കെ കൂട്ടിക്കൊണ്ട് വരാൻ പറ്റും. വളരെ നല്ല ഒരു എക്സസൈസ് ആണ്. നിങ്ങളുടെ കാലുകൾക്ക് ഫുള്ളായിട്ട് സ്ട്രെങ്ത് കിട്ടാൻ സഹായിക്കുന്ന ഒരു വ്യായാമം കൂടിയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ എക്സസൈസ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള നല്ല നല്ല ഹോം വർക്കൗട്ട് വീഡിയോസുമായിട്ട് നമുക്ക് ഇനിയും കാണാം. അപ്പം ഞാൻ വളരെ സിമ്പിളായിട്ട്, ഞാൻ ആദ്യം പറഞ്ഞ കണക്ക് തന്നെ വളരെ സിമ്പിളായിട്ടുള്ള എക്സസൈസ് വീഡിയോകളൊക്കെ കുറേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അതിനകത്തൊക്കെ ഒരു മാറ്റം വരുത്താം. നമ്മൾ അല്പം ഹാർഡായിട്ടുള്ള വ്യായാമങ്ങൾ കൂടി ശീലമാക്കുക. ഓക്കെ, അല്ലാതെ വെറും കസേരയിലിരുന്നും കട്ടിലിൽ കിടന്ന് മാത്രമല്ല നമ്മൾ വ്യായാമങ്ങൾ ചെയ്യേണ്ടത്. നമ്മൾ ഇതിനൊക്കെയുള്ള ഹാർഡായിട്ടുള്ള ഇൻറ്റൻസിറ്റി കൂടിയ എക്സസൈസും കൂടെ ശീലമാക്കിയാലാണ് നമുക്ക് കൂടുതൽ പ്രയോജനം കിട്ടുന്നത്. ഓക്കെ, അപ്പം ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം. ഓക്കെ.